ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് നമ്മൾ രാഹുൽ പോവാണ് കേട്ടോ. ഗൾഫിലേക്ക് പോവാണ്. അപ്പോൾ എന്തായാലും അവനൊന്ന് എയർപോർട്ട് കൊണ്ടാക്കി കൊടുക്കണം. അപ്പം അതിനായിട്ട് അവൻ്റെ വീട്ടിലേക്ക് പോവാണ്. എന്തായാലും ഇനി അവനെ കുറേ ദിവസം കഴിഞ്ഞിട്ട് കാണാൻ പറ്റുള്ളൂ. ഇത് കഴിഞ്ഞിട്ട് കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്. എന്തായാലും അവനെ വിളിച്ചിട്ട് എയർപോർട്ടിൽ കൊണ്ടാക്കണം. എയർപോർട്ട് നമ്മളെ വീട്ടിൻ്റെ അടുത്താണ്. ഷോൻ്റെ വീട് കുറച്ച് ദൂരമുണ്ട്. അയ്യോ, ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഞാൻ നല്ല ആക്സിഡൻ്റ് ആവുന്നുണ്ട്. എന്താണെന്നറിയില്ല. എന്തായാലും നമുക്ക് നേരെ പോയേക്കാം. എൻ്റെ വീട്ടിലേക്ക് പോവാം. അവൻ്റെ വീടെത്താനായി തോന്നുന്നു. ഇനി ലെഫ്റ്റിലേക്കാണ് തോന്നുന്നത്. ആണ് എൻ്റെ വീടെത്താനായിട്ടോ. എന്തായാലും ഞാൻ കുറേ ദിവസം കഴിഞ്ഞിട്ട് കാണാൻ പറ്റുള്ളൂ ഗൈസ്. അതിൻ്റെ ചെറിയൊരു സങ്കടമുണ്ട്. പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. പിന്നെ നമുക്ക് 1000 സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട്. വലിയ താങ്ക്സ് ഉണ്ട് എല്ലാവരോടും. എന്തായാലും രാഹുൽ വരുന്നവരെ വെയിറ്റ് ചെയ്യണം. ഒന്ന് കയറി തോന്നുന്നുണ്ട്. കയറിയിരിക്കണ്. എന്തായാലും പോവാം ഗൈസ്. നമുക്ക് ഒരു ചെറിയ പണിയും കൂടെ ഉണ്ട്. അതെന്താ വെച്ചാൽ നമ്മുടെ ഒരു കുടുംബക്കാർ ഇവിടെ ഉണ്ട്. അമ്മ ഒരു സാധനം തന്നിക്കണം അവിടെ കൊടുക്കാൻ. നമുക്ക് കൊടുക്കണം. ഇതെവിടെയെന്ന് നമുക്കറിയില്ല. അല്ല, വീടാണ് തോന്നുന്നുണ്ട്. നമുക്കൊന്ന് പോയി നോക്കാം. ബാക്ക് സൈഡിലാണ് തോന്നുന്നു. യെസ് ഗൈസ്, ഇത് തന്നെയാണ് വീട്. പക്ഷെ ഇവിടെ പൂട്ടി കിടക്കാനുള്ളൂ ഗൈസ്. അറിയില്ല, ഇവിടെ ആളില്ല. എന്തായാലും നമ്മളെ എല്ലാ പ്രാവശ്യവും രാഹുലിൻ്റെ ബാക്ക് സൈഡിൽ നിന്നാണ് വരുന്നത് വീട്. അതിൽ നമുക്ക് നേരെ അവനെ എയർപോർട്ടിൽ കൊണ്ടുവിടാം. കുറച്ച് നേരം നമ്മളവിടെ നിൽക്കേണ്ടി വരും ചിലപ്പോൾ. എന്തായാലും നമ്മൾ വണ്ടി തിരിച്ച് പോവുകയാണ്. പിന്നെ ഗൈസ്, നിങ്ങൾ ഏതെങ്കിലും ഒരു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു യൂട്യൂബറിൻ്റെ കമൻറ്റ് ചെയ്യുക. യൂട്യൂബറിന് അതുപോലെ നിങ്ങൾ ഏതെങ്കിലും ഒരു കമൻറ്റ് ഇടുക. അതിൽ ഏതെങ്കിലും ഒരു കമൻറ്റ് എനിക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ അത് ഞാൻ പിന്നെ ഇത് വയ്ക്കും. എന്തായാലും നമ്മൾ എയർപോർട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് എന്തായാലും എയർപോർട്ടിലേക്ക് പോകണം. നമുക്ക് പോകണം ഗായ്സ്. വണ്ടി ആക്സിഡൻ്റ് ആയല്ലോ. കിട്ടുന്നില്ലല്ലോ ഗായ്സ്. എന്താ ചെയ്യുക? കിട്ടുന്നില്ല ഗായ്സ്. നമുക്ക് പുതിയ വണ്ടി എടുക്കണം. നമുക്കൊരു ഇത് തന്നെ എടുക്കാം. അയ്യോ, അറിയാതെ ഒരു 0 കുറഞ്ഞു പോയി. നമുക്ക് ഒരു 1000 അടിക്കാം. എന്നിട്ട് ഒരു ഫോർച്യൂണർ വരുത്താം. യെസ് ഗൈസ്, നമ്മളെ ഫോർച്യൂണർ വന്നിട്ടുണ്ട്. എന്തായാലും ഇതിൽ കയറി പോകാം. ചെറിയൊരു ശബ്ദം ഉണ്ടാവും കേട്ടോ. നമ്മുടെ കുട്ടി അവിടെ നിന്ന് കളിക്കുന്നുണ്ട്, അതുകൊണ്ടാണ്. എന്തായാലും നമുക്ക് പോകാം. നമുക്ക് ഇവിടെ എത്തിയിട്ട് കാണാം കേട്ടോ. നമ്മുടെ എയർപോർട്ട് എത്തിയിട്ടുണ്ട് ഏകദേശം. നമുക്ക് വണ്ടി പാർക്കിങ്ങിൽ കൊണ്ടിടണം. ഇവിടെ എത്തിയിട്ടുണ്ട്. 9:30 ഫ്ലൈറ്റിനാണ് പോകുന്നത് കേട്ടോ. പാസ്പോർട്ട് ഇപ്പം അടുത്താണ് എടുത്തത്. എന്തായാലും കുറച്ച് നാൾക്ക് ഉണ്ടാവില്ല.
ഗായ്സ് ഇപ്പം തന്നെ ഇടിച്ചേനെ. ഒഴിച്ചു എന്താ ഗായ്സ് വണ്ടി കിട്ടുന്നില്ല. അതാ അതെന്തുണ്ടായി? ഡോറൊക്കെ പൊളിഞ്ഞു പോയി. അയ്യോ ഗായ്സ് എന്താ ചെയ്യപ്പം? ഇപ്പം ഒന്നും ചെയ്യാനില്ല, നിൽക്കാം. കുറച്ച് കഴിഞ്ഞിട്ട് ഗായ്സ് നമുക്ക് വരാം. നമുക്കെന്തായാലും കുറച്ച് കഴിഞ്ഞിട്ട് വരാം. കുറച്ച് കഴിഞ്ഞിട്ട് പോയി നോക്കാം. നമ്മൾ ഓനൊക്കെ സെറ്റായി കൊടുത്തിട്ടാണ് പോകുന്നത്. നമ്മൾ ഡോറൊക്കെ അതായിരിക്കണം ഗൈസ്. നമുക്കെന്തായാലും വീട്ടിലേക്ക് തന്നെ പോകാം. പിന്നെ ഓൻ പറഞ്ഞിരുന്നു, ഒരു കാര്യം പറഞ്ഞിരുന്നു കേട്ടോ, ഒരു ചീറ്റ് കോഡ്, അതായത് ഒരു സോംബിൻ്റെ. ഹലോ ഗൈസ്, അതെ ചെറിയൊരു തുമ്മലുണ്ടായിരുന്നു കേട്ടോ, അതുകൊണ്ടാണ്. ചീറ്റ് കോഡ് പറഞ്ഞിരുന്നു, അതായത് സോംബിയുടെ ചീറ്റ് കോഡ് 2030 അടിച്ചാൽ നമ്മൾ സോംബി വരുന്നതാണ് പറഞ്ഞത്. എന്തായാലും നമുക്കൊന്ന് നോക്കാം. നമുക്ക് വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. നമുക്ക് നോക്കാം കേട്ടോ ഗൈസ്. നമ്മൾ ഫോൺ എടുത്ത് നമ്മൾ അടിച്ചു നോക്കുകയാണ്. 2030 ഗൈസ്. സോംബി എന്നൊക്കെ കാണിക്കുന്നുണ്ട്, സ്പോൺ സോംബി കാണുന്നില്ല കേട്ടോ. നമുക്കെന്തായാലും ഫേക്കാ തോന്നുന്നുണ്ട്. വണ്ടി എടുത്ത് പുറത്തേക്ക് എവിടേക്കെങ്കിലും പോവാം. ബീച്ചിക്ക് പോവാം, കുറേ കാലമായി ബീച്ചിൽ പോയിട്ട്. നമുക്കൊന്ന് എൻജോയ് ചെയ്യാം അവിടെ പോയിട്ട്. ഗായ്സ് ഇതൊക്കെ എന്താ ഗായ്സ്? ഇത് സോംബീസാണ് ഗായ്സ്. ഇവിടെയൊക്കെ സോംബീസാണ് കേട്ടാ, കണ്ടോ? ഇവിടെയൊക്കെ സോംബീസാണ് ഗായ്സ്. ഇവിടെയൊക്കെ ഇതെങ്ങനെ വന്നുകൊണ്ടിരിക്കണ സോംബീസ്, നിങ്ങൾ കണ്ടോ ഗായ്സ്? നിങ്ങൾ നോക്ക് ഗായ്സ്, കണ്ടോ? നിറച്ച് സോംബീസ്. ഇതൊക്കെ ഇപ്പോൾ കൊല്ലും നമ്മളെ. നമുക്ക് വേറെ എവിടേക്കെങ്കിലും പോകേണ്ടി വരും മിക്കവാറും. നോക്കി ഗായ്സ്, എത്ര സോംബീസ് നോക്കിയേ, എത്ര സോംബീസാണ്, ഒരുപാട് സോംബീസ്. എൻ്റെ അമ്മോ, കൊല്ലുവരൊക്കെ തന്നെ. നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് പോകാം, അല്ലെങ്കിൽ ഇവരൊക്കെ നമ്മളെ കൊല്ലും ഗായ്സ്. നോക്കി ഗായ്സ്, നമുക്ക് ഇവരൊക്കെ ഇടിച്ച് കൊല്ലും. ഇവരൊക്കെ ഇടിച്ചു. നമുക്ക് നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് പോവാം, ഇത് കംപ്ലൈൻറ്റ് കൊടുക്കാം ഇവിടെയൊക്കെ ഇതാണ് പറഞ്ഞിട്ട്. ഗായ്സ് ഇവിടെ എന്താ സോംബീസ്? പോലീസ് സ്റ്റേഷൻ്റെ അകത്തുണ്ട് ഗായ്സ്. നമുക്ക് എന്തായാലും അകത്തേക്ക് പോകാം ഗായ്സ്. ഇവിടേക്ക് ഇതാ വരുന്നു, എനിക്ക് പേടിയാവുന്നു ഗായ്സ്. എന്നെ ഇവർ കൊല്ലുമോ? നമ്മുടെയൊക്കെ വണ്ടി പോലീസ് സ്റ്റേഷൻ്റെ അകത്തേക്കാണ് കൊണ്ടുപോകാം. അകത്തേക്ക് ചിലപ്പോൾ വന്നില്ലെങ്കിലോ ഗായ്സ്, നമുക്ക് അകത്തേക്കാണ് കൊണ്ടുപോകാം. വാ, നമ്മളിപ്പോൾ അകത്തെത്തി. അയ്യോ ഗായ്സ്, അകത്തേക്കും വരുന്നു ഇവിടെ ഗായ്സ്. എൻ്റെ ലൈഫ് കുറഞ്ഞു ഗായ്സ്, ലൈഫ് കുറഞ്ഞു ഗായ്സ്, എൻ്റെ ലൈഫ് കുറയുന്നു ഗായ്സ്. എൻ്റെ ലൈഫ് ഇങ്ങനെ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നമുക്കൊരു അയ്യോ AK-47 എടുത്തിട്ട് നമുക്ക് അവനെ കൊല്ലാം. സോംബിനെ കൊന്നു ഗൈസ്. ഇത്ര സമയം പിടിക്കുന്നിട്ട് അവന്. അയ്യോ ഗൈസ്, അവൻ്റെ മേത്ത് കൊന്നു ഗൈസ്, ഗൈസ്. അയ്യോ പോലീസ് ഇതൊക്കെ പിന്നെ കൊല്ലണ്. അതാ ഗൈസ്, വേസ്റ്റായി നമ്മൾ. ഞാൻ സോംബീസിനെ കൊല്ലല്ലേ എൻ്റെ പോലീസേ, എന്നെ നിങ്ങൾ കൊന്നില്ലേ?